പ്രോഗ്രാംസ് കാണാനും പറ്റും. ആ ഏരിയയും കൂടി നമുക്ക് ഫീൽ വരുമ്പോൾ ശരിക്കും നല്ല ഒരു ഹാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡൈനിങ് ഏരിയയുടെ തൊട്ടരികിലായാണ് കിച്ചൺ. എൽ ഷേപ്പിലുള്ള രൂപകൽപ്പന. ഏറെ നിറപ്പകിട്ടാർന്ന ഒരു കിച്ചണാണിത്. ഗ്രാനൈറ്റ് ടോപ്പിന് താഴെയും ഓവർഹെഡ് രീതിയിലുമായി ധാരാളം ക്യാബിനുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഹുഡും ഹോബുമൊക്കെ നൽകിയുള്ള ഒരു മോഡേൺ കിച്ചൺ. ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പണിംഗും കൂടി നൽകിയിട്ടുണ്ട്. ഫുഡ് സെർവ് ചെയ്യുവാൻ എളുപ്പമുള്ള ഒരു സംവിധാനം. പ്രത്യേക മുറിയായി തന്നെ ഡിസൈൻ ചെയ്തതിനാൽ നല്ല പ്രൈവസിയും ഈ കിച്ചണുണ്ട്. ഡൈനിങ് റൂമിൻ്റെ തൊട്ടടുത്ത റൂമായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഒരു ഡൈനിങ് റൂമിലേക്ക് ഒരു ചെറിയൊരു നമുക്കൊരു പാസ് ചെയ്യാൻ പറ്റിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്, ഒരു മോഡേൺ കിച്ചണുമാണ്. വലിപ്പം കുറവാണെങ്കിൽ തന്നെ ഈ കൗണ്ടർ ടോപ്പ് നല്ല എൽ ഷേപ്പിൽ ലെങ്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിൽ ഷെൽഫുകളുണ്ട്. ഇപ്പോൾ ധാരാളം ഷെൽഫുകളും ഈ കൗണ്ടർ ടോപ്പിൽ വർക്കിംഗ് പ്ലേസും കിട്ടിയിട്ടുണ്ട്. ഡൈനിങ് റൂമിനോട് ചേർന്ന ഭിത്തിയിൽ കിച്ചൺ വരുമ്പോഴാണ് എപ്പോഴും നമുക്ക് പാസേജ് വളരെ കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ഭിത്തിയിൽ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതനുസരിച്ചാണ് ഈ വീടിന് ഈ കിച്ചൺ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിൽ ഒരു കിടപ്പറയാണുള്ളത്. അതാണ് ഇത്. പ്രൈവസി ഫാക്ടർ നന്നായി കണക്കിലെടുത്താണ് ഇതിന്റെ രൂപകൽപ്പന. വലിയ കിടപ്പറയാണ്. കളർ തീമും ആകർഷകം. മാസ്റ്റർ ബെഡ്റൂമായാണ് ഉപയോഗം. നവീന രീതിയിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയുമുണ്ട്. കർട്ടൻ വർക്കും ആകർഷകം. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് നമ്മൾ മാക്സിമം പ്രൈവസി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് റൂമിൽ നിന്ന് പോലും ഇത് ബെഡ്റൂമിലേക്ക് കാണാൻ പറ്റില്ല. ലിവിംഗ് റൂമിലോ കയറി വരുന്ന സ്ഥലത്തുനിന്നോ സ്റ്റെയർ കേസിൻ്റെ പോർഷനിൽ നിന്ന് എവിടുന്ന് പോലും ഈ ബെഡ്റൂം അത്ര പ്രൈവസിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 3 ബെഡ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ ആണ് 2 വശത്തായിട്ട് 2 ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂം 2 വശത്തായിട്ട് കൊടുക്കുമ്പോൾ ബെഡ്റൂം തമ്മിലുള്ള പ്രൈവസി അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഗൃഹവാസ്തുവിൽ വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വീടിന്റെ ബാക്കി കാഴ്ചകൾ കാണാം. കേരളത്തിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് വില്ല സ്പെഷ്യലിസ്റ്റ് ബിൽഡർ അന്ന പ്രോപ്പർട്ടീസ് അവതരിപ്പിക്കുന്നു കൊച്ചി നഗരത്തിൽ തൃപ്പൂണിത്തുറയ്ക്ക് സമീപം സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന് ഒരു സൂപ്പർ ലക്ഷറി വില്ല പ്രോജക്ട് വില്ല ഫ്ലോറൻസ. മെട്രോപൊളിറ്റൻ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സിംഗപ്പൂർ മോഡൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ 3 നിലയിലായി രൂപകൽപ്പന ചെയ്ത 13 ആഡംബര സൗധങ്ങൾ, CCTV സർവൈലൻസ് ഫെസിലിറ്റിയോട് കൂടിയ 24 hours ജനറൽ സെക്യൂരിറ്റി, വൈഡ് ഇന്റേണൽ റോഡ് വിത്ത് ഡിസൈനർ ടൈൽസ്, റിസോർട്ട് ആംബിയൻസോട് കൂടിയ ലാൻഡ്സ്കേപ്പഡ് ബഫർ സോണുകൾ, സ്വിമ്മിംഗ് പൂൾ, ക്ലബ് ഹൗസ്, പാർട്ടി ഏരിയ തുടങ്ങി അന്താരാഷ്ട്ര നിലവാരമാർന്ന എണ്ണമറ്റ അമ്യൂണിറ്റീസുകളോടെ വില്ല ഫ്ലോറൻസ. കൊച്ചി നഗരത്തിന്റെ പാർപ്പിട സംസ്കൃതിയിൽ നാഴികക്കല്ലായി മാറുന്ന വില്ല ഫ്ലോറൻസയിൽ ഒരു യൂണിറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9947147002. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9947147002. കേരളത്തിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് വില്ല സ്പെഷ്യലിസ്റ്റ് ബിൽഡർ അന്ന പ്രോപ്പർട്ടീസ് അവതരിപ്പിക്കുന്നു കൊച്ചി നഗരത്തിൽ തൃപ്പൂണിത്തുറയ്ക്ക് സമീപം സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന് ഒരു സൂപ്പർ ലക്ഷറി വില്ല പ്രോജക്ട് വില്ല ഫ്ലോറൻസ. മെട്രോപൊളിറ്റൻ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സിംഗപ്പൂർ മോഡൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ 3 നിലയിലായി രൂപകൽപ്പന ചെയ്ത 13 ആഡംബര സൗധങ്ങൾ, CCTV സർവൈലൻസ് ഫെസിലിറ്റിയോട് കൂടിയ 24 hours ജനറൽ സെക്യൂരിറ്റി, വൈഡ് ഇന്റേണൽ റോഡ് വിത്ത് ഡിസൈനർ ടൈൽസ്, റിസോർട്ട് ആംബിയൻസോട് കൂടിയ ലാൻഡ്സ്കേപ്പഡ് ബഫർ സോണുകൾ, സ്വിമ്മിംഗ് പൂൾ, ക്ലബ് ഹൗസ്, പാർട്ടി ഏരിയ തുടങ്ങി അന്താരാഷ്ട്ര നിലവാരമാർന്ന എണ്ണമറ്റ അമ്യൂണിറ്റീസുകളോടെ വില്ല ഫ്ലോറൻസ. കൊച്ചി നഗരത്തിന്റെ പാർപ്പിട സംസ്കൃതിയിൽ നാഴികക്കല്ലായി മാറുന്ന വില്ല ഫ്ലോറൻസയിൽ ഒരു യൂണിറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9947147002. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9947147002. വീണ്ടും സ്വാഗതം ഗൃഹവാസ്തുവിലേക്ക്. കാണുക, കൊച്ചി വെണ്ണലയിൽ ശ്രീ NC ജോയ്ക്ക് വേണ്ടി ശ്രീ PN മോഹൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വീടിന്റെ ബാക്കി കാഴ്ചകൾ. ഈ വീട്ടിൽ ഇനിയുള്ള സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. വർത്തളാകൃതിയിൽ ഒരുക്കിയ ഈ സ്റ്റെയർകേസ് വഴിയാണ് അവിടേക്കുള്ള എൻട്രി. സ്റ്റെയർകേസിന്റെ ചുവടെയാണ് ഇവിടുത്തെ എന്റർടൈൻമെന്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് പടികളും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസും നൽകിയുള്ളതാണ് സ്റ്റെയർകേസ്. എക്സ്റ്റീരിയറിൽ കാണുന്ന ഈ ഡൂം ഈ സ്റ്റെയർകേസിൻ്റെതാണ്. ധാരാളം ജാളികൾ കൂടി നൽകിയുള്ള ഈ ഡൂം
ഈ വീട്ടിലെ ഹോട്ട് എയർ വലിച്ചെടുത്ത് പുറത്തു കളയുന്ന ഒരു സംവിധാനം കൂടിയാണ്. എക്സ്റ്റീരിയറിൽ ഗ്ലാസ് കവറിങ്ങോടെ ദൃശ്യമാകുന്ന ഈ ഉയരം കൂടിയ ജനാല സ്റ്റെയർകേസിനോട് ചേർന്നുള്ളതാണ്. ഈ ജനാല നിർമ്മിച്ചതിനാൽ ധാരാളം നാച്ചുറൽ ലൈറ്റ് കൂടി ഈ വീട്ടിൽ എപ്പോഴും ലഭ്യമാണ്. ഈ ഡൂമും അതിലെ ജാളികളും ഇവിടെ കുളിർമ നിറയ്ക്കുന്നുമുണ്ട്. ഡൈനിങ് റൂമിൻ്റെയും ലിവിങ് റൂമിൻ്റെയും കോർണറിൽ ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് സ്റ്റെയർ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് യൂട്ടിലിറ്റിയിലേക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ട് ഡോറിൽ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ കൂടുതൽ ദൂരം പാസ് ചെയ്യാതെ കിച്ചണിൽ വരെ എത്താൻ കഴിയും. ആകെ 2-2.5 മീറ്ററോളം മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ യൂട്ടിലിറ്റി പോവാതെ തന്നെ പാസ് ചെയ്യാൻ പറ്റും. സ്റ്റെയർ കേസ് റൂമിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒരു നല്ലൊരു ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടും. ഇതിൻ്റെ ടോപ്പിൽ നല്ലൊരു ഡൂമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡൂമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സഫോക്കേഷൻ സ്മെല്ല് അതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടാവില്ല. അത് കാരണം ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലും ലിവിങ് റൂമിൽ ഇരിക്കുന്ന ആളുകൾ പെരുമാറുന്ന സ്മെല്ലുണ്ടാകും ഒട്ടും തീരെ തന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം നല്ലൊരു എയർ സർക്കുലേഷൻ ആ ഡൂമിൻ്റെ ഉള്ളിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസൈൻ തന്നെയാണത്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അപ്പോൾ പ്രൈവസി കൂട്ടാനും യൂട്ടിലിറ്റി വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് ഈ വളരെ ചെറിയ ഡിസ്റ്റൻസിന് ഈ കിച്ചണിലേക്ക് എത്താനും ഈ ഡിസൈനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റെയർകേസ് കയറി മുകളിൽ ചെല്ലുമ്പോൾ ആദ്യം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഒരു ആട്ടുകട്ടിൽ മാത്രം നൽകിയാണ് ഇതിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഈ അപ്പർ ലിവിങ്ങിന്റെ ഇരുവശത്തായി 2 കിടപ്പറകളുണ്ട്. അതിലൊന്ന് ഇതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലായി നിർമ്മിച്ച കിടപ്പറ. ശയ്യാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഏറെ ആകർഷകം. മുകൾ നിലയിലെ അടുത്ത കിടപ്പറ ഇതാണ്. സ്റ്റഡി കം ബെഡ്റൂം എന്ന നിലയിൽ ഒരുക്കിയ കിടപ്പറ. ശയ്യാ സംവിധാനങ്ങൾക്കൊപ്പം പഠന സജ്ജീകരണങ്ങൾ കൂടി ഈ മുറിയിലുണ്ട്. സെമി സർക്കിൾ ഷേപ്പിലാണ് നിർമ്മാണം. വീടിന്റെ എക്സ്റ്റീരിയറിൽ ദൃശ്യമാകുന്ന ഈ ബാൽക്കണിയാണ് ഇവിടുത്തെ അടുത്ത സൗകര്യം. പരിസര കാഴ്ചകൾ കണ്ടിരിക്കാവുന്ന നല്ലൊരിടം. ചാരുപടികളോട് കൂടിയ ഇരിപ്പിട സംവിധാനവുമുണ്ട്. ഒരു 4 ബെഡ് ഹൗസ് ആയാണ് ഇതിന്റെ രൂപകൽപ്പന. കാർപോർച്ചിനരികിലുള്ള ഈ സ്റ്റെയർകേസ് കയറി മുകളിൽ ചെന്നാൽ ഒരു കിടപ്പറ കൂടിയുണ്ട് ഇവിടെ. അതാണ് ഈ മുറി. ഗസ്റ്റ് ബെഡ്റൂമായാണ് ഇത് ഉപയോഗിക്കുന്നത്. മിസ്റ്റർ ജോയിയുടെ റിക്വയർമെൻറ്റ്സിൽ അദ്ദേഹത്തിനൊരു നല്ലൊരു പ്രൈവസി ഉള്ളൊരു ഗസ്റ്റ് ബെഡ്റൂം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണ നോർമലി നമ്മളൊരു വീടിനകത്തെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ മിക്കവാറും വീടിനകത്തായിരിക്കും. ഇപ്പോൾ ഈ 5 സെൻറ്റ് സ്ഥലത്ത് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് റൂമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അത് ചിലപ്പോൾ ഇൻ്റർസ്റ്റേറ്റും ആവാം, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള റിലേറ്റീവ്സ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു ഗസ്റ്റ് ബെഡ്റൂം പ്രൈവസി ഉള്ളൊരു ഗസ്റ്റ് ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂം ഉണ്ട്. ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിന് സൈഡിലൂടെയുള്ള സ്റ്റെയർ വഴിയാണ് അതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക. അവിടെ എന്ന് പറയുമ്പോൾ ഒരു റൂം മാത്രമല്ല ഉള്ളത്. ഒരു ഡ്രസ്സിങ് റൂമും ഒരു ചെറിയൊരു പോർഷൻ സിറ്റിംഗ് ഏരിയ അടക്കം ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് വന്നാൽ പോലും താമസിക്കാൻ പറ്റിയ ഒരു ഗസ്റ്റ് ബെഡ്റൂം അദ്ദേഹത്തിനുണ്ട്. നല്ലൊരു വീട് നിർമ്മിക്കുവാൻ ഏറെ പ്രയാസമുള്ളൊരു പ്ലോട്ടിൽ നിർമ്മിച്ച വീട്. എന്നിട്ടും ഏറെ ആകർഷകമായ ഒരു ഗൃഹനിർമ്മിതിയാണിത്. 2600 സ്ക്വയർ ഫീറ്റ് വലിപ്പമേ ഉള്ളൂവെങ്കിലും അതിലും എത്രയോ വലിപ്പം ഫീൽ ചെയ്യിക്കുന്ന ഒരു വീട്. ഇത് നല്ലൊരു പാർപ്പിട നിർമ്മിതിയാകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഷേപ്പ്ലെസ് ആയ പ്ലോട്ടുകളിലും നല്ലൊരു ഡിസൈനർ വിചാരിച്ചാൽ നല്ല വീടുകൾ ഒരുക്കാമെന്നതിന് മാതൃകയാണ് ഈ വീട്. ഇഷ്ടപ്പെട്ടോ ഈ വീടിന്റെ ഡിസൈൻ? നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ലഭിച്ച പ്ലോട്ട് എത്ര ചെറുതോ ഷേപ്പ്ലെസ്സോ ആയിക്കൊള്ളട്ടെ, നല്ലൊരു ഹോം ഡിസൈനർ വിചാരിച്ചാൽ അത്തരം പ്ലോട്ടുകളിലും നല്ലൊരു വീട് നിർമ്മിക്കാം എന്നതാണ് ഈ വീട് നമുക്ക് കാട്ടിത്തരുന്നത്. അതിനാൽ ഇത്തരം പ്ലോട്ടുകൾ സ്വന്തമായുള്ളവർ ചെയ്യേണ്ടത് അതിൽ നല്ലൊരു വീട് രൂപകൽപ്പന ചെയ്തു തരാൻ ശ്രീ PN മോഹനെ പോലുള്ള പ്രഗത്ഭരായ ഹോം ഡിസൈനേഴ്സിനെ സമീപിക്കുക എന്നതാണ്. ഇത്തരം പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നറിയാൻ ഈ വീട് രൂപകൽപ്പന ചെയ്ത ശ്രീ PN മോഹനെ തന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഇതാ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ. ഇന്നത്തെ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. വീട് നിർമ്മാണം സംബന്ധിച്ച് കൂടുതൽ മാർഗനിർദ്ദേശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതിനായി കാത്തിരിക്കുക. നന്ദി.